Realme GT എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme GT എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Realme GTയിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. ഏകദേശം 91.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാഷിംഗ് സിൽവർ, ഡാഷിംഗ് ബ്ലൂ, അതുപോലെ തന്നെ റേസിംഗ് യെല്ലോ. ഇതിൽ ഡാഷിംഗ് സിൽവർ അതുപോലെ തന്നെ ഡാഷിംഗ് ബ്ലൂ എന്നീ കളർ വേരിയൻസിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. റേസിംഗ് യെല്ലോ കളർ വേരിയൻറ്റിൻ്റെ ബാക്കിൽ വീഗൻ ലെതർ ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ വെർഷനിൽ ഏകദേശം 13ഓളം 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോഴും ഇത്രയും അധികം 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ GT മോഡ് എന്നുള്ള ഒരു മോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ VC കൂളിംഗ് സിസ്റ്റമാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ ലീനിയർ മോട്ടോർ ടാക്ടൈൽ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ ഇപ്പം Android 12 ബീറ്റ 1 അപ്ഡേറ്റും അവൈലബിൾ ആണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സോണി IMX682ൻ്റെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചർ വീഡിയോയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS Max വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.5 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 35 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 449 യൂറോസ് ആണ്. അതായത് ഏകദേശം 39,900 രൂപ. പിന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 599 യൂറോസ് ആണ്. അതായത് ഏകദേശം 53,200 രൂപ. പിന്നെ ഈ ഫോണിന് ആദ്യത്തെ സെയിലിൽ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ ഇനീഷ്യൽ സെയിലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷൻ 369 യൂറോസിന് ലഭിക്കും. അതായത് ഏകദേശം 32,800 രൂപ. അതുപോലെ തന്നെ 12GB റാം വെർഷൻ 499 യൂറോസിന് ലഭിക്കും. അതായത് ഏകദേശം 44,300 രൂപ. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme GTയിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വിലയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് 8GB റാം വെർഷൻ്റെ വിലയും അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വിലയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇത്രയും വലിയൊരു ഡിഫറൻസ് വരേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നത് MI 11X Pro അതുപോലെ തന്നെ iQOO 7 Legend ഇതുപോലുള്ള ഫോണുകളൊക്കെയാണ്. ആ ഫോണുകളൊക്കെ ഇന്ത്യയിൽ വരുന്നത് 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതേ പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യുക, അതായത് 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അതല്ലാന്നുണ്ടെങ്കിൽ അതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരാനും ചാൻസ് ഉണ്ട്.
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രണ്ട് പ്രൈസിങ്ങിൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത. അതായത് 32,800-ൻ്റെയും അതുപോലെ തന്നെ 40,000-ൻ്റെയും ഇടയിലൊക്കെ ആയിട്ട് ഒരു 36,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ചിലപ്പം ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം iQOO 7 Legend അതുപോലെ തന്നെ MI 11X Pro ഈ ഫോണുകൾക്കൊക്കെ നല്ലൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും ഈ ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫോൺ എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം റിയൽമി തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഈ മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.